നമസ്കാരം. അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ ബോയിംഗ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് കേടുപാടുകൾ സംഭവിച്ചത് അന്വേഷണത്തെ ബാധിക്കുമെന്ന ആശങ്കയാണ് നിലവിലുള്ളത്. കാരണം ഒരു വിമാനം അപകടത്തിൽപ്പെടുമ്പോൾ എങ്ങനെ അപകടത്തിൽപ്പെട്ടു, ഏത് രീതിയിൽ അപകടത്തിൽപ്പെട്ടു എന്നതിനെക്കുറിച്ച് വിശദമായ എല്ലാ കാര്യങ്ങളും ബ്ലാക്ക് ബോക്സിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. അപകടവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭ്യമാകുമെന്ന് കരുതുന്ന ബ്ലാക്ക് ബോക്സിലെ ഒരു ഉപകരണത്തിന് കേടുപാടുകൾ വന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ കാര്യങ്ങൾ ഔദ്യോഗികമായി സിവിൽ ഏവിയേഷന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീം സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു ഔദ്യോഗികമായി വാർത്താക്കുറിപ്പൊന്നും തന്നെ അവർ പുറത്തിറക്കിയിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. 241 വിമാനയാത്രക്കാരടക്കം 274 പേരുടെ മരണത്തിന് ഇടയാക്കിയ ദുരന്തത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളുടെ പ്രാഥമിക ഘട്ടത്തിലാണ് ബ്ലാക്ക് ബോക്സിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ വിമാനം താഴേക്ക് പതിച്ചതിന്റെ ആഹ്ലാദത്തിൽ ബ്ലാക്ക് ബോക്സുകളിൽ ഒന്നിന് സാരമായ നാശം സംഭവിച്ചതാകാമെന്നാണ് അനുമാനം. DVR അഥവാ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ, CVR അഥവാ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്നീ 2 ഉപകരണങ്ങൾക്കാണ് ബ്ലാക്ക് ബോക്സ് എന്ന് വിളിക്കപ്പെടുന്നത്. വിമാന അപകടം നടന്ന പിറ്റേന്ന് അന്വേഷണ ഏജൻസിയായ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഈ 2 ഉപകരണങ്ങളും കണ്ടെടുത്തിരുന്നു. ഇതിൽ ഒരെണ്ണത്തിന്റെ പുറം ഭാഗത്താണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. 2 ബ്ലാക്ക് ബോക്സുകളിലും ഡേറ്റകൾ ബൈനറി ഫോർമാറ്റിലാണ് ശേഖരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇത് എഞ്ചിനീയറിംഗ് ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഡേറ്റകളെ വിശകലനം ചെയ്താണ് അന്വേഷണം റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. പ്ലെയിനിന്റെ ഹൃദയഭാഗമാണ് ബ്ലാക്ക് ബോക്സ്. ആ ബ്ലാക്ക് ബോക്സ് പ്രതീക്ഷയിൽ ആണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അഹമ്മദാബാദ് അപകടവുമായി മുന്നോട്ട് പോകുന്നത്. ബ്ലാക്ക് ബോക്സുകളിൽ ഒന്നിന് നാശം സംഭവിച്ചത് അന്വേഷണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അതേസമയം ബ്ലാക്ക് ബോക്സിന് അകത്തേക്ക് കേടുപാടുകൾ വന്നിട്ടില്ലെങ്കിൽ ഡാറ്റകൾ സുരക്ഷിതമായിരിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ബ്ലാക്ക് ബോക്സ് ഇന്ത്യയിൽ തന്നെ പരിശോധിക്കണോ അതോ വിദേശത്തേക്ക് അയക്കണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇന്ത്യയിൽ ഇവ പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അപകടത്തിന് പിന്നിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നും കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപകടം നടന്ന സമയത്ത് തന്നെ എന്നെയും ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തി എല്ലാം ഒരു പരിശോധന നടത്തുകയും ചെയ്ത്. പൊതുസമൂഹത്തിന്റെ മുന്നിൽ അട്ടിമറി തള്ളിക്കളയുന്നുണ്ട് എങ്കിലും കേന്ദ്ര സർക്കാർ ഇത് അനൗദ്യോഗികമായി തന്നെ ഈ അട്ടിമറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.